രാജൻ ബി ദേവിൻ്റെ കൂടെ കട്ടയ്ക്ക് ഞാനും നിന്ന്. രാജൻ ബി ദേവ് വന്ന് സിനിമയിലൊന്നും കയറിയില്ല. പിന്നെ സിനിമ വന്നപ്പോൾ എന്നെ വിളിച്ചില്ല. കൊല്ലം ട്യൂണയുടെ സിംഹനം, അബ്കാരി, ശങ്കുലും എല്ലാം കോമഡിയും രസമുള്ള വേഷം. 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. നല്ലപോലെ അഭിനയിച്ചെന്ന്, നല്ലപോലെ അഭിനയിച്ച്, നന്നായിട്ട് അഭിനയിച്ചു, ഒറിജിനലായിട്ട് ജീവിതം പോലെ അഭിനയിച്ചു. അപ്പം തിലകൻ മാഷ് ഉണ്ടായിരുന്നു അതിൽ. തിലകൻ മാഷടോ, താൻ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച്, താൻ സിനിമയിൽ രക്ഷപ്പെടും, പക്ഷെ തനിക്ക് നീണ്ട ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. പിന്നെ അമേച്ചർ നാടകങ്ങൾ വിളിച്ച് എനിക്കൊരു പ്രൊഫഷണൽ നാടകം കിട്ടി. എന്നെ കാണാൻ കൊള്ളത്തില്ലായിരുന്നു. അല്ല, അങ്ങനെയാണ് നമ്മൾ, അങ്ങനെയാണ്. എല്ലാ നടികളെയും കണ്ടിട്ടില്ലേ, ഞാനിങ്ങനെയല്ലേ ഉള്ളൂ. അവരങ്ങനെയല്ലല്ലോ. അവർ നല്ല ഇതായിട്ട് ഒരുങ്ങി വെളിയിലിറങ്ങുമ്പോഴൊക്കെ അവർ തേച്ചും കൊണ്ടേ നടക്കും. ഈ പിള്ളേർ അതൊക്കെ തേപ്പിക്കാൻ നോക്കും, ഞാൻ തേക്കില്ല. പിന്നെ സൺസ്ക്രീൻ വെയിലത്തിറങ്ങുമ്പം വെയിലടിക്കാതിരിക്കാനുള്ള അതുണ്ടെങ്കിൽ തേക്കും, തോന്നുമ്പോഴത്തേക്കും തേക്കത്തുമില്ല, താല്പര്യമില്ല. അതൊക്കെ വലിയ പാടാണ്. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു പ്രൊഫഷണൽ നാടകത്തിൽ കിട്ടിയെങ്കിൽ അപ്പം പെൺപിള്ളേർക്കൊക്കെ നാടകത്തിൽ കിട്ടി, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പം കിട്ടിയതൊക്കെ കനകം, നല്ല നാടകം കിട്ടി. ഉപാസന എന്ന് പറയുന്ന ഒരു നാടകത്തിൽ കൊന്നപ്പൂക്കൾ എന്ന് പറയുന്ന നാടകം, പ്രായമായ വേഷമാണ്. മൈതാനം മണ്ടോദരി, ഈസ്റ്റ് ഫോർട്ടിൽ വെളിയിൽ കിടന്നുറങ്ങുന്ന ഒരു പെണ്ണും പിള്ള, കിളവി ഇത്രയുള്ള വീടും കൂടും ഇല്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നു. ഉറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഡെങ് ബെല്ല് കേൾക്കും. ശംഭോ മഹാഗണപതി, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വേഷമായിരുന്നു. അപ്പം ദിവസവും നാടകം. ചിലപ്പോൾ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. ഡിങ് ഒന്നും ഞാൻ കേൾക്കത്തില്ല, എഴുന്നേക്കത്തതുമില്ല. അവസാനം പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഒറിജിനൽ ഉറങ്ങിപ്പോയെന്ന്. പിന്നെ ഈ കാലൊരു കയറ് കെട്ടും, ഈ പിന്നത്തോട്ട് കെട്ടിയിട്ട് അടിയിൽ കൂടെ അങ്ങോട്ട് ഇടും. സ്റ്റേജിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ഡിങ് 2 ബെല്ലടിക്കുമ്പോഴേ അവരെന്നെ പിടിച്ച് അത് അയച്ചങ്ങ് വിട്ടേക്കും. അത് വിട്ടും കൊണ്ടാണ് അഭിനയിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അസീസിയുടെ ഒരു നാടകം, അസീസി ആർട്സ് ക്ലബ്ബ് അച്ഛന്മാരുടെ, അതിലൊരു നാടകം കളിച്ച്. അത് കഴിഞ്ഞ് സൂര്യസ്വാമിയുടെ കാട്ടുകുതിര, ഞാനും രാജൻ ബി ദേവും, അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നല്ല ആളുകളായിരുന്നു. രാജൻ ബി ദേവിൻ്റെ കൂടെ കട്ടയ്ക്ക് ഞാനും നിന്ന്. രാജൻ ബി ദേവ് വന്ന് സിനിമയിലൊന്നും കയറിയില്ല. പിന്നെ സിനിമ വന്നപ്പോൾ എന്നെ വിളിച്ചില്ല. KPSC എഴുതുകയായിരുന്നു അതിൽ. പിന്നെ രാജൻ ബി ദേവിന് പകരം തിലകൻ മാഷ്. പിന്നെ അങ്ങനെ ഓരോന്നിൽ പോയി കൊല്ലം ട്യൂണയുടെ സിംഹനം, അബ്കാരി, ശങ്കുലും എല്ലാം കോമഡിയും രസമുള്ള വേഷം. 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഈ നാടകത്തിന് തുടർച്ചയായിട്ട്. അപ്പം ജനങ്ങളെല്ലാം അന്ന് പേപ്പർ ഇൻ്റർവ്യൂവിനൊന്നും അല്ലല്ല, ഇത് CV-യിലൊന്നും അല്ല വരുന്നതെല്ലാം. ജേർണലിസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പോകും. പേപ്പറിൽ ഇതേപോലെ ആരെങ്കിലും എങ്ങനെ ഇതെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പിന്നെ എല്ലാ പേപ്പറിലും വന്നപ്പോൾ സീരിയലുകാർ വായിച്ചു. പക്ഷെ 4 ആരും ഇത് എന്ന് പറഞ്ഞ് എന്നെ ഒരു സീരിയലിനെ വിളിച്ച്, ആ സീരിയലിൻ്റെ പേര് പോലും ഞാൻ മറന്നുപോയി. സീരിയലിനെ വിളിച്ചപ്പോഴത്തേക്ക് അത് പിന്നെയായിരുന്നു. അതിലൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ സിനിമയിൽ കയറി തുടങ്ങിയ അങ്ങനെ കപ്പും സാസറും കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പിൽ കയറി പോകണം. ഇങ്ങനത്തെ സ്റ്റെപ്പല്ല, ഒരു ഏണി സ്റ്റെപ്പാണ്. അവർ നായകനും നായികയും അവിടെ ഇരിക്കും. അവർക്ക് ഞാനിങ്ങനെ കാപ്പിയും കൊണ്ട് പോകണം. ഇറങ്ങിപ്പോവും, ഈ സാധനങ്ങൾ ഇറങ്ങിപ്പോവും. വിറച്ചിട്ട് വിറയിലുമുണ്ട് ആദ്യമായിട്ടല്ലേ. പിന്നെ അങ്ങനെയായി, ഇതെന്തൊരു കഷ്ടം, ഇതിനെ ആര് കൊണ്ടുവന്നതെന്നൊക്കെ എന്നെ ചോദിച്ച്. ഏതോ ഒരു സീരിയല്. പിന്നെ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് എത്തി, ഞാനെന്ന് പറയാമല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് 500 രൂപ ശമ്പളം തന്നു. എനിക്ക് ശമ്പളം തരാതെ എന്നെ വിളിക്കേണ്ടെന്നല്ല പറഞ്ഞു. പിന്നെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ കുറേ കഴിഞ്ഞ് ബാലേന്ദ്രമേനോൻ സാറിൻ്റെ നല്ലൊരു സീരിയലായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞ്. അപ്പം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഇതൊന്നും വേണ്ട, എന്നെ എൻ്റെ വീട്ടിലയക്കാൻ പറഞ്ഞു. അയാൾ വഴക്ക് പറഞ്ഞപ്പോൾ, ഡയറക്റ്റ് വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നാടകത്തിന് എൻ്റെ അങ്ങനെയൊന്നും അവരോട് പറഞ്ഞോളൂ, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് തന്ന ഒരു വലിയ പ്രശ്നമില്ല. 500 രൂപയാണ് അന്ന് എനിക്ക് തന്നത്. പിന്നെ നമുക്ക് സീരിയലിൽ കാണാം എന്നുള്ളതാണ്, ഈ TV കൂടെ നമ്മളെ കാണുന്നുള്ള ഇതായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന ഒരു വലിയ പ്രശ്നമൊന്നുമല്ല, എനിക്ക് ഒരു ദിവസം 2 നാടകമുണ്ട്, ഇതിൻ്റെ ഇരട്ടി ശമ്പളം എനിക്ക് അറിയാമോ നിങ്ങളൊന്നും, ഞാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ നല്ല
പിന്നെ ആളുകൾ എന്നെ വിളിച്ചെന്ന് ബാലേന്ദ്ര മേനോൻ്റെ ഏതോ ഒരു സീരിയലിൽ ഒരു പച്ചക്കറി വിൽപ്പനക്കാരിയായിട്ട് ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്ക് പിന്നെ പച്ചക്കറി വേണോ ആ ശബ്ദം മാറ്റിയാണ് പോകുന്നത്. അങ്ങനെ പോയി ഇതെല്ലാം അമ്മ എന്നിട്ട് അവരോട് അമ്മ ഒന്ന് പിടിച്ചിറക്കാമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടൊക്കെ കൊടുത്ത് അവരെ തിണ്ണയെ കൊണ്ടിട്ടിട്ട് തലയോജനം ചുമ്മാ ഇട്ട് ഞാനിരിക്കും. അപ്പം അമ്മ ഇച്ചിരി വെള്ളം താമ അതൊക്കെ ഒറിജിനലായിരുന്നു എന്ന് പറയുന്ന ആളുകൾ. അപ്പം പേടിയൊക്കെ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് സത്യനന്ദിക്കാട് സാറ് ബാലേന്ദ്ര മേനോൻ്റെ സീരിയലാണ് ദൂരദർശനിലായിരുന്നു. ഒന്ന് കാണാമെന്ന് കരുതി ഉണ്ട് കഴിഞ്ഞിട്ട് 3 മണിക്കായിരുന്നു. അങ്ങനെ ഈസി ചേറി കിടന്ന് എന്നെയാണ് കണ്ടത്. ഞാൻ കുറച്ച് തേങ്ങ ചുമന്ന് കൊണ്ടുവന്ന് എന്തോന്നോ ഒന്ന് ചുമന്നുകൊണ്ട് വന്ന് ഇങ്ങനെ തട്ടിയിടുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു വേഷമായിരുന്നു. തേങ്ങ പച്ചക്കറിയാണ്ട് കൊള്ളാമല്ലോ ഇവരെ ഇന്ന വേഷത്തിന് രസാന്തരത്തിൽ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സമിതിയുണ്ട്, ചിന്നപ്പാപ്പാൻ, അങ്ങനൊരു നാടകം ഉണ്ടായിരുന്നു. ആ നാടകത്തിൽ ഞാനാണ് ഇതിൽ എൻ്റെ മോൻ്റെ ഈ കിഡ്നി പോയ മോൻ്റെ അവൻ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. പോണ സ്ഥലത്തു നിന്ന് എല്ലാം അവാർഡ് എല്ലായിടത്തും അവാർഡ്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ സാറ് കൊള്ളാമല്ലോ അങ്ങനെ ഞാൻ എന്നെ സെലക്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് പോകാനും വരാനും ഒന്നും പറഞ്ഞൂടെ, ബസ്സിലാണ് പോണതൊക്കെ. അപ്പം എനിക്ക് ഞങ്ങളുടെ സ്വന്തം സമിതിയിൽ ആ കർട്ടൻ കിട്ടുന്നൊരു ചെറുക്കനുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഒന്ന് കൊണ്ടുപോ. അത് നമുക്ക് കൂടുതൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കൊള്ളാം. മീര ജാസ്മിന് ചോറ് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, ഈ അച്ചിലൊക്കെ വിട്ടിട്ട് എന്തിനാണ് മാനമര്യാദ കൊണ്ട് തിന്നാനുള്ളത് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നല്ല ഇഷ്ടം. അതല്ലേ അടുത്തതിൽ വിളിച്ചത്. രസതന്ത്രം, വിനോദയാത്ര, ഇന്നത്തെ ചിന്താവിഷയം, ഭാഗ്യദേവത, കഥ തുടരുന്നതിൽ പോകാൻ പറ്റിയില്ല, ജോമോൻ്റെ സുവിശേഷം ഒരൊറ്റ സീനായിരുന്നു. എന്നെ തന്നെ വിളിച്ച്. വലിയൊരു അനുഭവമാണ്, ഇങ്ങനെ ഒരു യാത്ര തന്നെയാണ്. പിന്നെ ജോമോൻ്റെ സുവിശേഷങ്ങൾ, മമ്മൂട്ടിയുടെ മോൻ ദുൽഖറിൻ്റെ കൂടെ മുകേഷ് കൂടെ പഠിച്ച. അപ്പം നടക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ചുരിദാറൊക്കെ ഇട്ടാണ്. അപ്പോൾ പറഞ്ഞു എടാ നീ ഇപ്പോഴും എന്ത് നന്നായിരിക്കുന്നടാ, ഞാനാണെങ്കിൽ ഷുഗറും പിടിപ്പിച്ച് അതും പിടിച്ച് ഞാനങ്ങ് വല്ലാതായിപ്പോയി. പിന്നെ നിനക്ക് വിശേഷമൊക്കെ അറിയുന്ന, പിന്നെ നമ്മുടെ എന്തൊക്കെ പഴയ വിശേഷങ്ങളൊക്കെ അവനും ചോദിക്കും ഞാനും ചോദിക്കും. എടാ നമ്മുടെ കൂടെ പഠിച്ചാലേ അവര് മരിച്ചുപോയി, നിൻ്റെ പ്രായമാണ്. എൻ്റെ പ്രായമൊന്നുമല്ല എന്തൊക്കെയാ പറയും. പറഞ്ഞതിന് ശേഷം എനിക്കൊന്നും കേൾക്കണ്ട, അവന് പേടി മരിക്കാൻ. അപ്പോൾ ഞാൻ പറയാം എടാ എനിക്ക് വീട്ടിൽ പോയിട്ട് കാര്യമുണ്ട്, ഞാൻ പോകണം. ഞാൻ പറയാം എടാ ഞാൻ കുറേ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വരാം. വേണ്ട അങ്ങോട്ട് വരണ്ട. ഇതൊക്കെ പറയുന്നത് അവന് പേടിയാണ്. അത് ഒരു സീനേ ഉള്ളൂ, നല്ലതായിരുന്നു. അങ്ങനെ അത്ര ഇടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സീരിയലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതിനൊക്കെ മുമ്പേ പിന്നെ ഈ കണ്ണികൂടി എന്ന് പറഞ്ഞൊരു പടം, അതിൽ ഞാൻ നാടകം കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉപ്പുകണ്ടം പ്രദേശിൻ്റെ ഒരാൾ വേണം. അപ്പോൾ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ പോകുമ്പോൾ നമ്മളെയൊക്കെ ആളുകൾ ആക്രമിക്കും. സിനിമ നാടകമാകുമ്പോൾ അങ്ങനെ സിനിമയിൽ കൊണ്ടുപോയി നമ്മളെ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കൊച്ചി ലക്ഷ്മി ഉണ്ടായിരുന്നു. ഞാൻ പറയും മക്കളെ നീയും കൂടെ വാ നമുക്ക് എന്ന് പറയും. അന്നൊക്കെ എനിക്ക് എല്ലാ സ്ഥലങ്ങളും അറിയാം. ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അവിടെ ചെന്ന് കണ്ടു KG ജോർജ് സാറായിരുന്നു. നല്ലപോലെ അഭിനയിച്ച് നന്നായിട്ട് അഭിനയിച്ച് ഒറിജിനലായിട്ട് ജീവിതം പോലെ അഭിനയിച്ചു. അപ്പം തിലകൻ മാഷ് ഉണ്ടായിരുന്നു അതിൽ. തിലകൻ മാഷടോ താൻ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച്, താൻ സിനിമയിൽ രക്ഷപ്പെടും, പക്ഷെ തനിക്ക് നീണ്ട ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്, ഇതോട് തീരും, പിന്നെയാണ് താൻ സിനിമയിൽ കയറാൻ പോകണമെന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞു. ആദ്യത്തെ ഈ ഉപ്പുകണ്ടം പ്രദേശത്തിൻ്റെ ഈ കണ്ണികൂടിയിൽ അഭിനയിച്ചപ്പോൾ തിലകമാഷ ഉണ്ടായിരുന്നു അതിൽ. ഇയാൾക്ക് എടോ തനിക്ക് വളരെ മനോഹരമായിട്ട് അഭിനയിച്ച് താൻ ഒരു സിനിമാ നടിയാവും, പക്ഷേ തനിക്ക് ഒരു നീണ്ട ഗ്യാപ്പ് കിടപ്പുണ്ട്, അത് കഴിഞ്ഞ് ഇയാൾ വെക്കങ്ങ് കയറി പിടിക്കും, ഇയാൾ വിഷം. കുറേ പടം അഭിനയിച്ച്. അപ്പോഴാണ് ഈ മോൻ്റെ ചികിത്സയും ഇതുമൊക്കെ എനിക്ക് അങ്ങനെ നേടാൻ കഴിഞ്ഞില്ല. പൈസ മറ്റവരെ പോലെ കിട്ടത്തില്ലല്ലോ നമുക്ക്. എനിക്ക് പൈസ ചോദിച്ച് വാങ്ങിക്കാനും അറിഞ്ഞൂടാ. എനിക്കൊന്നും തരുന്നത് വാങ്ങിച്ചുകൊണ്ട് വരും, അത്രയേ ഉള്ളൂ. അവർ മാക്സിമം കുറയ്ക്കാനുള്ളത് നോക്കും. അങ്ങനെയാണ് സിനിമയിലോട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് ഇന്ദ്രജിത്തിൻ്റെ അമ്മയായിട്ട്. അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ട സിനിമകളാണ്. നല്ല സിനിമയായിരുന്നു. അതങ്ങ് ഫേമസ് ആയി.